ഇത്തവണ പാലക്കാട്ടിൽ അപ്രവചനീയമായ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളൊന്നാണ് പാലക്കാട്. ഇപ്പോൾ എല്ലാ മുക്കിലും മൂലയിലും ഫ്ലാഷ് മോബ് പോലുള്ള ആളുകളെ ആകർഷിക്കുന്ന തരത്തിലുള്ള പ്രചരണ പരിപാടികളാണ് ഇരു മുന്നണികളും ഒപ്പം BJPയും സംഘടിപ്പിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് മാത്തൂർ പഞ്ചായത്തിലെ ഒരു പോക്കറ്റ് റോഡിലാണ്. അവിടെയാണ് ഇപ്പോൾ ഫ്ലാഷ് മോബ് ഇപ്പോൾ NN കൃഷ്ണദാസിന്റെ പ്രചരണ അർത്ഥമുള്ള ഫ്ലാഷ് മോബാണ് ഇപ്പോൾ നടക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ LDFന്റെ പ്രധാന പ്രചരണ ആയുധമായിരുന്നു ഇത്തരത്തിലുള്ള ആളെ കൂട്ടുന്ന ഫ്ലാഷ് മോബുകൾ. ഉച്ചയോടെ ഏകദേശം ഒരു 3 മണിവരെ ഇത്തരം ഫ്ലാഷ് മോബുകളുമായിട്ട് ഈ 3 പഞ്ചായത്തുകളിലും പ്രചരണം നടത്താനാണ് തീരുമാനം. അതിനുശേഷം 4 മണിയോടെ കോട്ടയം മൈതാനത്തിൽ നിന്നും ഈ അന്തിമ കൊട്ടിക്കലാശത്തിലുള്ള പ്രചരണം ജാഥകൾ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിലേക്ക് പോകും. ഇരു മുന്നണികൾക്കും സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിലാണ് അവസാനം കൊട്ടിക്കലാശത്തിനുള്ള സ്ഥലം ഒരുക്കിയിരിക്കുന്നത്. BJPക്ക് കോട്ടമൈതാനത്താണ്. BJPയും ഈ പ്രചരണത്തിൽ സജീവമായി തന്നെ നിൽക്കുന്നു. ഷാഫി പറമ്പിലും വലിയ രീതിയിൽ ആളുകളെ ആകർഷിക്കുന്ന തരത്തിലുള്ള അവസാന ദിവസങ്ങളിൽ അവസാന നിമിഷം പോലും വോട്ടർമാരെ കയ്യിലെടുക്കുന്ന പ്രചരണ പരിപാടികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 3 സ്ഥാനാർത്ഥികളും ഇപ്പോൾ വീടുകൾ കയറി ഇറങ്ങിയും മറ്റ് സ്ഥലങ്ങൾ സന്ദർശിച്ചും വോട്ടുകൾ തേടുമ്പോൾ മറ്റിടങ്ങളിൽ ഇത്തരം ഫ്ലാഷ് മോബുകളും അതേപോലുള്ള മറ്റ് രീതികളുടെയും പരമാവധി വോട്ടുകൾ സമാഹരിക്കാനുള്ള തിരക്കിലാണ് ഇരു മുന്നണികളും BJPയും. എന്തായാലും പാലക്കാട് ജില്ലയെ വലിയ രീതിയിലുള്ള ചൂടായിരുന്നു ഈ പ്രചരണത്തിന്റെ തുടക്കം മുതൽ അനുഭവപ്പെട്ടത്. ഈ ചൂടിനെ കവച്ചു വെക്കുന്ന രീതിയിലുള്ള പ്രചരണ പരിപാടികൾ ആവിഷ്കരിക്കാനും നടപ്പിലാക്കാനും ഇരു മുന്നണികൾക്കും BJPക്കും കഴിഞ്ഞുവെന്ന് തന്നെ പറയാം. അപ്രവചനീയമായ ഒരു മത്സരത്തിന്റെ ഏറ്റവും അവസാന നിമിഷത്തിൽ വലിയ രീതിയിലുള്ള കൊട്ടിക്കലാശത്തിലേക്ക് നീങ്ങുന്നു എന്നാണ് പാലക്കാട് മണ്ഡലത്തിൽ നമുക്ക് പറയാൻ കഴിയുന്ന ശ്രദ്ധേയമായ കാര്യം.